ഹലോ നമസ്കാരം. നിങ്ങളുടെ ബിസിനസ്സിന് ലോഗോ ഉണ്ടോ? ലോഗോ ഉണ്ടെന്നായിരിക്കും മിക്കവാറും ഉത്തരം. ലോഗോ ഉണ്ടെങ്കിൽ ആ ലോഗോ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? ആ ലോഗോ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ടുള്ളൊരു എഫർട്ട് ഇട്ടിട്ടുണ്ടോ? ആ ലോഗോ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം നിങ്ങൾക്കുണ്ടോ? ഇതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ. ഒരു ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ ആൾക്കാർ വളരെ ലാഘവത്തോടു കൂടിയാണ് ലോഗോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും DTP സെൻറ്ററിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കലാകാരന്മാരെയൊക്കെയാണ് ലോഗോ ഡിസൈൻ ചെയ്യാൻ നമ്മൾ പലപ്പോഴും ഏൽപ്പിക്കാറുള്ളത്. അവരൊരു കലാസൃഷ്ടി പോലെ ലോഗോ ഉണ്ടാക്കി നമുക്ക് തരികയും ചെയ്യും. അൺഫോർച്ചുനേറ്റ്ലി ലോഗോ എന്ന് പറയുന്ന ഒരു കലാസൃഷ്ടി അല്ല എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കലാസൃഷ്ടി മാത്രമല്ല എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇതൊരു ഫങ്ഷണൽ എലമെൻ്റ് കൂടിയാണ്. നമ്മുടെ ബ്രാൻഡിങ്ങിൻ്റെ നട്ടല് എന്നൊക്കെ പറയാൻ പറ്റുന്ന, നമ്മുടെ ബ്രാൻഡ് ഐഡൻറ്റിറ്റിക്ക് ഉറപ്പു തരുന്ന ഒരു സാധനമാണ് നമ്മുടെ ലോഗോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കാലാകാലങ്ങളോളം നമ്മളുടെ ഐഡൻറ്റിറ്റി ആകാൻ പോകുന്ന, നമ്മളുടെ ക്യാരക്ടറിനെ മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു സാധനം ഡിസൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകേണ്ട എല്ലാ തരത്തിലുള്ള സീരിയസ്നെസ്സും ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ കൊടുക്കണം. ഒട്ടും തന്നെ ചെറിയ കാര്യമല്ല ലോഗോ ഡിസൈൻ. 6 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ കാര്യം സിംപ്ലിസിറ്റിയാണ്. നിങ്ങളൊരു ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള എലിമെൻറ്റ്സ് വെച്ചുകൊണ്ടും ഐറ്റംസും ഒക്കെ വെച്ചുകൊണ്ട് ഫോണ്ടൊക്കെ വെച്ചുകൊണ്ടും നിങ്ങൾ ഇത് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ കാണുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. അവരുടെ ബ്രെയിൻ ഒരുപാട് പ്രവർത്തിപ്പിക്കേണ്ടി വരും. നിങ്ങളുടെ ലോഗോ മനസ്സിലാക്കിയെടുക്കാൻ ബ്രെയിൻ പ്രവർത്തിപ്പിക്കാനൊന്നും ആരും തയ്യാറല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചും മാസ് ബ്രാൻഡുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള ലോഗോകൾ ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സോണിയോ സാംസങ്ങോ LGയോ ഒക്കെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ലോഗോകളാണ് ഉപയോഗിക്കുന്നത്. അതിന് കാരണം അത് വളരെ മാസിലേക്ക് എത്തുന്ന ബ്രാൻഡുകളാണ്. അവർക്ക് മാസിനെ അപ്പീൽ ചെയ്യേണ്ടതുണ്ട്, അവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ക്ലിയറായി എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ കൊണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ലോഗോകൾ അവരുപയോഗിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നിങ്ങളുടെ ലോഗോ എത്രയും സിമ്പിളാക്കാൻ ശ്രമിക്കുക. നമ്മളുടെ എല്ലാ കലാവൈഭവവും ആ ലോഗോയിൽ കാണിക്കേണ്ട ഒരു കാര്യമില്ല. രണ്ടാമത്തെ പോയിന്റ് റെലവൻസ് ആണ്. എന്ത് റെലവൻസ് ആണ് ആ ലോഗോവിനുള്ളത്? നമ്മൾ എന്തെങ്കിലും ഒരു ലോഗോ ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഫോണ്ട് തിരഞ്ഞെടുക്കുമ്പോഴും അതിൻ്റെ എലമെൻറ്റ്സ് തിരഞ്ഞെടുക്കുമ്പോഴും കളർ തിരഞ്ഞെടുക്കുമ്പോഴും ഒക്കെ നമ്മളുടെ ബ്രാൻഡിൻ്റെ വാല്യൂസുമായിട്ട് അത് ചേർന്ന് നിൽക്കുന്നുണ്ടോ? നമ്മൾ വളരെ ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബ്രാൻഡാണെങ്കിൽ ഒബ്വിയസ്ലി ഒരു പച്ച നിറമായിരിക്കും ഒരു പക്ഷേ നമ്മൾ ചൂസ് ചെയ്യാൻ പോകുന്നത്. വളരെ ക്ലീശയാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ആ പച്ചയിൽ തന്നെ ഒരുപാട് തരത്തിലുള്ള ക്രിയേറ്റിവിറ്റി കൊണ്ടുവരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ക്രിയേറ്റിവിറ്റി അടക്കം കൊണ്ടുവന്നുകൊണ്ട് നമ്മുടെ വാല്യൂസിനെ ടച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ ഐഡൻറ്റിറ്റിയെ ടച്ച് ചെയ്തുകൊണ്ട് വേണം ഇത് കൊണ്ടുവരാനായിട്ട്. മാത്രമല്ല നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടാവണം. അതിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം ലോഗോ ഡിസൈൻ ചെയ്യേണ്ടതും. കാരണം അവരുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന, റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കണം ലോഗോ. അപ്പോൾ ലോഗോ എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ ആ വേർഡ് മാർക്ക് അല്ലെങ്കിൽ ലോഗോ മാർക്ക് മാത്രം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അതുമായി അനുബന്ധത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരണം. ചിലപ്പോൾ ഒരു എൻവലപ്പ് ആയിരിക്കും, ലോഗോ നിങ്ങൾ പ്രിന്റ് ചെയ്യാൻ പോകുന്ന ഒരു ടീഷർട്ട് ആയിരിക്കും. ഇതെല്ലാം ആക്ച്വലി ലോഗോ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രാൻഡഡ് മെർച്ചൻഡൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം മനസ്സിലേക്ക് കൊണ്ടുവരികയും വേണം. അടുത്തത് വേഴ്സിറ്റാലിറ്റിയാണ്. വേഴ്സിറ്റാലിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് പല പ്രതലങ്ങളിൽ ഇത് ഉപയോഗിക്കേണ്ടി വരും, പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരും. ചിലപ്പോൾ വെബ്സൈറ്റിലായിരിക്കും ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ വലിയ സൈൻ ബോർഡിലായിരിക്കും ഉപയോഗിക്കുന്നത്, ചിലപ്പോൾ ഒരു പാക്കറ്റിൻ്റെ പുറത്തായിരിക്കും, ചിലപ്പോൾ ഒരു ജൂട്ട് ബാഗിൻ്റെ പുറത്ത് പ്രിൻ്റ് ചെയ്യാനായിരിക്കും. പല തരത്തിലായിരിക്കും നമ്മുടെ ഫങ്ഷനാലിറ്റി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായി നിങ്ങൾക്ക് ഏതൊക്കെ ഫങ്ഷനാലിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത്, ഇത് നമ്മൾ ലോഗോ ഡിസൈൻ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു റൈസ് ബ്രാൻഡിനാണ് നിങ്ങൾ ഒരു ലോഗോ ഡിസൈൻ ചെയ്യുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ആ റൈസ് ബ്രാൻഡ് ലോഗോ വരാൻ പോകുന്നത് വലിയ സാക്സിൻ്റെ പുറത്താണ്, ചാക്കുകളുടെ പുറത്താണ്, അല്ലെങ്കിൽ ചെറിയ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള റൈസ് പ്രൊഡക്ട്സിൻ്റെ പാക്കറ്റുകളുടെ പുറത്താണ്. ഒപ്പം തന്നെ ചിലപ്പോൾ ഔട്ട്ലെറ്റുകളിൽ ഇൻറ്റേർണൽ ബ്രാൻഡിങ്ങിന് വേണ്ടി അത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നു. അപ്പോൾ ഏതൊക്കെ ഉപയോഗങ്ങൾ എത്ര പെർസെൻറ്റേജ് വരെ ഉപയോഗിക്കുമെന്നുള്ളത് ഞങ്ങൾ ലിസ്റ്റ് ചെയ്യും. അതിനെ ബേസ് ചെയ്തിട്ടാണ് ലോഗോവിൻ്റെ ചില പ്രത്യേക എലമെൻറ്റുകളും കളറും അതിൻ്റെ വലുപ്പവും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. മറ്റൊന്ന് മെമ്മറബിലിറ്റിയാണ്. ഓർത്ത് വയ്ക്കാൻ പറ്റണം. അപ്പോൾ ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്നാൽ സിമ്പിളായിട്ടുള്ള ഒരു എലമെൻറ്റ് വേണമെങ്കിൽ വയ്ക്കാം. അപ്പോൾ പണ്ട് കാലത്ത് V-Guard ഒരുപാട് കാലം V-Guard ഹിറ്റായ സമയത്ത് മുഴുവൻ V-Guard എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ ഓവൽ ഷേപ്പിനകത്ത് എഴുതി വെച്ചിരിക്കുകയായിരുന്നു. ഒപ്പം ഒരു കാങ്കരു
ഒരു കാങ്കരുവിൻ്റെ പടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാങ്കരു പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മാസ്കറ്റാണ് വി ഗാർഡ് എന്ന് പറയുമ്പോൾ തന്നെ. ഇപ്പോൾ അതിൻ്റെ ലോഗോ കുറച്ചുകൂടി മാറി കുറച്ചുകൂടി ഒരു അബ്സ്ട്രാക്ട് സ്റ്റൈലുള്ളൊരു കാങ്കരു ആയി മാറിയിട്ടുണ്ട്. പക്ഷേ എങ്കിലും തീർച്ചയായിട്ടും വളരെ ഈസി ആയിട്ട് നമുക്ക് ഓർമ്മ വയ്ക്കാൻ പറ്റുന്ന തരത്തിലേക്ക് അവർ ആ ലോഗോവിനെ പ്രതിഷ്ഠിച്ചു എന്നുള്ളതാണ് സത്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കളറും ടൈപ്പോഗ്രഫിയുമാണ്. ഏത് ഫോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, ഒപ്പം തന്നെ എന്ത് കളറാണ് അതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലപ്പോഴും മാസ്സായിട്ടുള്ള ബ്രാൻഡുകൾക്കൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുക വിസിബിൾ ആക്കാൻ പറ്റുന്ന കോംപ്ലിമെൻ്ററി കളേഴ്സ് ഉപയോഗിച്ചിട്ടുള്ള, ഇപ്പോൾ കൊക്കക്കോള ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ചുവപ്പും വെള്ളയും കലർന്ന ആ ലോഗോ നമുക്ക് എവിടെയും സുപരിചിതമാണ്. KFC ചുവപ്പും വെള്ളയുമാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന തരത്തിൽ മഞ്ഞയും ചുവപ്പും കലർന്നിട്ടുള്ള McDonald's. അപ്പോൾ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്ന ലോഗോസാണ്. കാരണം അത് എവിടെ അങ്ങ് അകലെ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അത്തരത്തിലാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈവൻ പെപ്സി ആണെങ്കിൽ പോലും. അപ്പോൾ വളരെ ശക്തമായ ചില കളർ കോമ്പിനേഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് സ്ഥിരമായി കൺസിസ്റ്റൻ്റായി റെപ്രസെൻ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ ഓർക്കുന്നു. അപ്പോൾ കളറുകൾ വളരെ പ്രധാനമാണ്. കൊക്കക്കോള എന്നൊക്കെ പറഞ്ഞാൽ ഹാപ്പിനെസ്, ബോൾഡ്, എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ കാണിക്കുന്നതായതുകൊണ്ട് ചുവപ്പ് അതിന് വളരെ അനുയോജ്യമായിട്ടുള്ളൊരു കളറാണ്. അതേസമയം വളരെ കൂളായിട്ടുള്ളൊരു ഫീലാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നീലയാണ് കുറച്ചുകൂടി നല്ലത്. അതുകൊണ്ടാണ് ഈ മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽസിലൊക്കെ വെള്ളം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് നീല നിറത്തിലുള്ള പ്യുവറായ വാട്ടർ എന്നുള്ളതാണ് നമ്മുടെ. അതുകൊണ്ടാണ് മിക്കവാറും ഇതിൻ്റെ സ്റ്റിക്കർ, മിക്കവാറും മിനറൽ വാട്ടർ ബോട്ടിലുകളുടെ എല്ലാം സ്റ്റിക്കർ നീല നിറത്തിലായിരിക്കും. അല്ലാത്തതൊക്കെ ഉണ്ട് കേട്ടോ, മാറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള ചില ടെക്നിക്സാണ് അതൊക്കെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്താണോ ആ പ്രൊഡക്റ്റിനെ കുറിച്ച്, സർവീസിനെ കുറിച്ചുള്ള വിഷ്വൽ വരുന്നത്, അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കളറും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോണ്ടും ഉപയോഗിക്കാൻ ട്രൈ ചെയ്യണം. അതായത് വളരെ ബോൾഡായിട്ടുള്ള ശക്തമായ ഒരു ബ്രാൻഡിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഫോണ്ടും വളരെ ശക്തമായിരിക്കണം, ബോൾഡായിരിക്കണം, മസ്കുലാർ ആയിരിക്കണം. ആൻഡ് അടുത്തത് ടൈംലെസ്നെസ് ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു പുതിയ ട്രെൻഡ് വെച്ചിട്ട് പെട്ടെന്ന് ഒരു ലോഗോ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇന്നോ നാളെയോ ആയിട്ട് അവസാനിപ്പിക്കാനുള്ള പരിപാടി അല്ലല്ലോ നമ്മൾ ഒരുപാട് കാലത്തേക്ക് ഡിസൈൻ ചെയ്ത് വയ്ക്കുന്ന. എല്ലാ ദിവസവും ലോഗോ മാറ്റാനും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി മനസ്സിലാക്കുക, നമ്മൾ ഏതെങ്കിലും ഒരു റീസെൻറ്റ് ട്രെൻഡിനെ ബേസ് ചെയ്തുകൊണ്ടല്ല ചെയ്യേണ്ടത്. വളരെ സോളിഡ് ആയിട്ടുള്ള, ക്ലാസിക് ആയിട്ടുള്ള, കുറേ കാലം നിലനിൽക്കാൻ സാധ്യതയുള്ള കളറുകളും ഫോണ്ടുകളും എലമെൻറ്റുകളും ട്രെൻഡുകളും ഒക്കെ ലോഗോയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് കുറച്ചും കൂടി അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള, നമുക്കൊരു സ്റ്റോറിയൊക്കെ പറയാൻ പറ്റുന്ന എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഫോണ്ടുകളും എലമെൻസും ഒക്കെയാണ്. ഇത്തരത്തിൽ വളരെ സയൻറ്റിഫിക്കായി ലോഗോ ഡിസൈൻ ചെയ്താലുള്ള മെച്ചം, ഐ ബെറ്റ് യു നിങ്ങളുടെ ബ്രാൻഡിൻ്റെ വിസിബിലിറ്റി, മെമ്മറബിലിറ്റി നിങ്ങൾക്ക് 10 മടങ്ങാക്കാൻ സാധിക്കും. പ്ലാൻ ചെയ്യാതെ ചെയ്യുന്നതിനേക്കാൾ 10 മടങ്ങല്ല, അതിനേക്കാളൊക്കെ കൂടുതലാവും. എങ്കിൽ പോലും ഒരു ഏകദേശ ധാരണ പറഞ്ഞാൽ. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായി സയൻറ്റിഫിക്കായി പ്ലാൻ ചെയ്ത് നിങ്ങൾക്കൊരു ലോഗോ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒരു ലോഗോ വേണം, എനിക്ക് അങ്ങനെ ഒരു ലോഗോ വേണം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അതേസമയം നിങ്ങളുടെ ബ്രാൻഡിനും നിങ്ങളുടെ ആ ഒരു മാർക്കറ്റിനും നിങ്ങളുടെ ഇൻഡസ്ട്രിക്കും ഏറ്റവും കോമ്പറ്റീറ്റീവായിട്ട് നിൽക്കാനും ഇതിന് വളരാനും പറ്റുന്ന തരത്തിലുള്ള ഒരു ലോഗോ ആണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സയൻറ്റിഫിക്കായിട്ട് നമുക്ക് ആ ലോഗോവിൻ്റെ കളർ ഡിസൈൻ ചെയ്യാൻ പറ്റും, എലമെൻറ്റ് സെലക്ട് ചെയ്യാൻ പറ്റും, അതിൻ്റെ ടൈപ്പോഗ്രഫി നമുക്ക് നിർണ്ണയിച്ചെടുക്കാൻ പറ്റും, അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ പല പ്രതലങ്ങളിലായിട്ട് നമുക്ക് തീരുമാനിച്ചെടുക്കാൻ പറ്റും, അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേർഷൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ലോഗോവും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റിയുമാണ് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കണക്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്.